ഊട്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഈ മഴക്കാലത്തും അതേപോലെ ഡിസംബറിനോടനുബന്ധിച്ചുള്ള ആ സമയത്ത് പോകണം. നമ്മൾ വെളുപ്പിന് ഊട്ടിയിലോട്ടാണ്ട് എത്തണം. അങ്ങനെ നേരം വെളുത്ത് വരുമ്പോൾ നമുക്ക് നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന കാഴ്ച കാണണം. എൻ്റെ പൊന്നെ, അതാണ് ടൂറ്. ഊട്ടിയിൽ കണ്ട് പോകുമ്പോൾ നമ്മൾ പൈൻ വാലി കാണും, പൈൻ ഫോറസ്റ്റ്. അവിടുന്ന് ഒരു അടിപൊളി കാഴ്ച കാണാനുണ്ട്. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന പൈൻ ഫോറസ്റ്റുകളും അതിനിടയിൽ കൂടി വരുന്ന മഞ്ഞിൻ്റെ ആ കാഴ്ച, അതൊക്കെ കണ്ടുകൊണ്ട് തേയില എസ്റ്റേറ്റിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ മൊട്ടക്കുന്നുണ്ട് മെഡോസ്, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഒരുപാട് ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കുറേ പാട്ടരങ്ങൊക്കെ ഷൂട്ട് ചെയ്തില്ല അടിപൊളി പ്ലേസും അവിടെയൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട്. ഈ സമയത്തൊക്കെ നല്ല മഞ്ഞായിരിക്കും. ചിലർ ഇതേപോലെ ബസ് സൈഡിൽ നിർത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ശരിക്കും ചുരത്തിൽ വണ്ടി നിർത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അവിടെ ഇടുന്നു വിചാരിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളപ്പോൾ ഓടിക്കും, ഫൈനിടൊക്കെ ചെയ്യും. ഇത് നല്ല തേയിലത്തോട്ടിട്ട് ആ വെളുപ്പിന് ഇവിടെ കയറിയിട്ട് വേണം ഫോട്ടോഷൂട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ആ പ്രകൃതി കൂടി ഊട്ടിൻ്റെ ആ തണുപ്പ് അനുഭവിച്ചുകൊണ്ടുള്ള രാവിലത്തെ യാത്ര അത് കിടുവാണ്. പോണ വഴിക്ക് കുറേ കുരങ്ങന്മാരെയും കാണാം. അതേപോലെ മഞ്ഞ് താഴ്ന്ന് കിടക്കുന്ന താഴ്വരകൾ കാണാം. നമ്മൾ ഹൈറ്റിൽ ചുരം കയറി പോകുമ്പോൾ മഞ്ഞ് താഴെയായിട്ട് കാണാം. അതായത് മേഘങ്ങളും മഞ്ഞും താഴെ കാണുന്ന ഒരു നല്ല കാഴ്ച അത് നമുക്ക് അപൂർവം കിട്ടും. ഇതേപോലെ മലനിരകളിലൂടെ പോകുമ്പോൾ ഹൈ റേഞ്ച് പ്രദേശത്തു നിന്നാണ് ആ മഞ്ഞും അതുപോലെ മേഘങ്ങളും താഴെയായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റുക. പിന്നെ ഇഷ്ടം പോലെ തേയിലത്തോട്ടം, അതേപോലെ കാപ്പിത്തോട്ടങ്ങൾ, പിന്നെ തട്ടുകടകൾ കാണാം. രാവിലെ നല്ല ചായ, ചൂടുള്ള ചായ തണുപ്പിൽ കിട്ടുന്ന തട്ടുകടകൾ കാണുന്ന. വെള്ളമൊക്കെ ചെമ്മരിയാടുകളെ മേക്കാണ്. കുതിര സവാരി അതിനൊന്നും പറയണ്ട, അത് ഊട്ടിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. എവിടെയും കുതിരകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടീ ഫാക്ടറിൻ്റെ അവിടെയാണ് കേട്ടോ, തേയില ഫാക്ടറി. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കോമൺവെൽത്ത് ടീ ഫാക്ടറിയാണ്. അവിടെ നമുക്ക് തേയില, പച്ച തേയില മെഷീനിൽ ഉണക്കി വ്യത്യസ്ത പീസുകളാക്കി പൊടിച്ച് വ്യത്യസ്ത ഫ്ലേവറിലുള്ള ചായപ്പൊടി ആക്കുന്ന കാഴ്ച കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് വരുമ്പോൾ നമുക്കായിട്ട് ഈ ബോട്ടാണിക്കൽ ഗാർഡന് അടുത്ത് കാണുന്നതാണ് ടിബറ്റൻ മാർക്കറ്റ്. അവിടെ ഇന്ത്യൻ്റെ ബോർഡറായിട്ടുള്ള ടിബറ്റ് എന്നുള്ള കച്ചവടക്കാർ വന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവർ തന്നെ അവിടുന്ന് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നൊരു കാഴ്ച. അത് നമ്മൾ ചൈനീസ് ലുക്കിലുള്ള കച്ചവടക്കാരായിരിക്കും ഫുള്ള്. അതിൽ ഇഷ്ടം പോലെ സ്വെറ്റർ, അതുപോലെ കമ്പിളി വസ്ത്രങ്ങൾ. ഊട്ടിയിൽ നമുക്ക് ആ തണുപ്പിലിടാൻ പറ്റിയ നല്ല ജാക്കറ്റുകൾ, ക്യാപ്പ്, തൊപ്പി, കംപ്ലീറ്റ് കട്ടിയുള്ള വസ്ത്രങ്ങൾ, അതൊക്കെ നല്ല വിലക്കുറവിലാണ്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അപ്രോക്സിമേറ്റ് നമ്മളിങ്ങനെ പേശിയും വിചാരിച്ച് വില കുറച്ച് തരുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ കണ്ട ഈ ചേട്ടൻ ബെൽറ്റാണ് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെറ്ററിൻ്റെയൊക്കെ ആ വിലയുടെ ഒരു പകുതിയോളം അവിടെ വരുള്ളൂ. പക്ഷേ നല്ല ഒറിജിനൽ കമ്പിളി രോമത്തിലുള്ള നല്ല സെറ്ററുകളും ജാക്കറ്റുകളും ഇഷ്ടംപോലെ ഒരു കുട്ടികൾക്ക് അനുസൃതമായിട്ടുള്ള ഉടുപ്പ്, ഡ്രസ്സ് എല്ലാം കമ്പിളി ഉള്ള വസ്ത്രത്തിലുള്ളതാണ്. ടിബറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടാണിക്കൽ മാർക്കറ്റ് ഉണ്ടല്ലോ, ബോട്ടാണിക്കൽ ഗാർഡന് പുറത്തുള്ള ഫ്രൂട്ട്സും അതുപോലെ ഊട്ടി വർക്കി ബിസ്ക്കറ്റൊക്കെ വിൽക്കുന്ന അതിന് പുറത്താണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കർണാടക ഗാർഡനിലാണ്. കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗാർഡനാണ്. കംപ്ലീറ്റ് ഫ്ലവേഴ്സും നല്ല അട്രാക്റ്റീവ് ഫ്ലവേഴ്സ്, ഒറിജിനൽ ഫ്ലവറാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കളറ് വിശ്വസിക്കാൻ പറ്റില്ല. ഏക്കർ കണക്കിന് ഒരു 38 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന അടിപൊളി ഫോട്ടോ എടുക്കാനും അതുപോലെ ഷൂട്ടിങ്ങിനും സിനിമ ഒരു ലൊക്കേഷൻ കൂടിയാണ്. പല ഷേപ്പിലാക്കിയിട്ടുള്ള ബുഷുകളും മറ്റും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഓടി ചാടി കളിക്കാൻ പറ്റിയുള്ള വിശാലമായിട്ടുള്ള നല്ല പുൽത്തകിടാണ്. അതിലൊരു പഴയ നല്ല വെള്ള കൊട്ടാരാണ് ആ വെള്ള കളറിൽ നമ്മൾ കാണുന്നത്. കുറേ ആളുകൾ വന്നിട്ട് വൈകുന്നേര സമയമൊക്കെ വിശ്രമിക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊക്കെ ചെടികളിലാണ്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പായിട്ട് താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട്. അപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയുള്ള നല്ല ഒരു പാലം, കടവ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഈ പുൽത്തകിട് തന്നെ അവർ നല്ല മേച്ച് കൊണ്ടിറക്കുന്നതുകൊണ്ട് നല്ല പച്ച പുൽത്തകിടും. ഇതിൽ കണ്ട സെൻറ്ററിലൊരു പ്ലാറ്റ്ഫോം സ്റ്റേജ് പോലെ, അതിൽ ചുറ്റും കിടക്കാൻ വേണ്ടി നല്ല പാലങ്ങളും കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. മറുഭാഗത്തോട്ട് ഇത് കണ്ട വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ,
അത് നമുക്ക് എടുക്കാൻ തോന്നും. നല്ല ആ പൂക്കളുടെ കായകളും അതിന് ചുവട്ടിൽ കാണാം. പക്ഷേ എടുക്കുന്നത് അവിടെ ഫൈന് വീഴും. എടുക്കരുത്. ആസ്വദിച്ച് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോരാൻ പറ്റിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഊട്ടിയിലെ ഈ ഗാർഡൻ, കർണാടക ഗാർഡൻ. ഇത് തൂക്കുപാലമാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് വന്നതാണ്. കർണാടക ഗാർഡനിൽ ആ ഒരു അതായത് പടിഞ്ഞാറ് വശത്തായിട്ട് നമുക്ക് ഈ വലിയ തൂക്കുപാലം കാണാം. തൂക്കുപാലത്തിൽ കൂടെ നടക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ച് നമുക്ക് പേടി തോന്നും. കാരണം നല്ല ഹൈറ്റിലാണ് അത് കിടക്കുന്നത്. ഒരു അടിപൊളി കാഴ്ച മഴക്കാലത്ത് ഊട്ടി യാത്ര.